അപ്പോ അയോധ്യയിലെ പ്രതിഷ്ഠാകർമ്മത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച പോലെ ശബരിമലയില് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ ഭക്തസംഗമത്തില് നിരീശ്വരവാദിയായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് കാര്യം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് അയ്യപ്പ ഭക്തരോട് ഒരു മാപ്പ് പറച്ചിൽ നടത്തി. ആ മാപ്പ് നിങ്ങൾ കൊടുക്കും. നമസ്കാരം. അപ്പോ ഇന്ന് പമ്പയില്, അതായത് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം, അതും ആഗോള സംഗമം. ആ ആഗോള സംഗമത്തില് സത്യത്തില് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇതിലിടുന്നുണ്ട്. ഒഴിഞ്ഞ കസേരകൾ എന്ന് പറയുന്നത്, അതിലാദ്യമേ പറയാനുള്ളത്, കൃത്യമായിട്ട് യുക്തിവാദികളായിട്ടുള്ള CPM അണികൾക്ക് പോലും പിണറായി വിജയൻ വീതിച്ചു നൽകാൻ പോകുന്ന ശാപം എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ ഭയമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. പിന്നെ മറ്റൊരു പോരായ്മ കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ കുടുംബശ്രീകളെയും ആശാവർക്കർമാരെയും കൊണ്ടുവന്നിരുത്താൻ ശബരിമലയിൽ സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു പരിമിതി CPM ഉണ്ടായിരുന്നു. അത് നമുക്ക് മാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സ്വാഗത പ്രസംഗം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഗംഭീരമായിട്ടുള്ള ശരണം വിളി നടത്തി. അതായത് സ്വാമിയേ ശരണമയ്യപ്പ, ഇനി ഇങ്ങനെയാണ് ശരണം വിളിക്കേണ്ടത് എന്നൊരു മാതൃക കാണിച്ചു തന്നു. അതിനുശേഷം ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് നമ്മളുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. വിളക്ക് കൊളുത്തി. ചെരുപ്പൂരിയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ നമുക്ക് മാനിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒറ്റക്കൈ കൊണ്ടുള്ള ആ ഒരു വിളക്ക് തെളിയിക്കൽ കർമ്മം, അതും നമുക്ക് ക്ഷമിക്കാം. പക്ഷേ അദ്ദേഹം പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുഴുനീള രാഷ്ട്രീയ പ്രസംഗം, ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം തകർക്കാൻ ശ്രമിച്ച, കോടതിയിൽ അതിനെ എതിർത്തുകൊണ്ട് ഹർജികൾ ഫയൽ ചെയ്ത ആളുകളെ വിമർശിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് പണം സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും ദേവസ്വം ബോർഡിന് സർക്കാർ അങ്ങോട്ടാണ് ക്യാഷ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണക്ക് നിരത്തിക്കൊണ്ടും എല്ലാമുള്ള ഒരു പക്ക രാഷ്ട്രീയ പ്രസംഗം, അതും നമുക്ക് വിട്ടുകളയാം. കാരണം അദ്ദേഹം ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയതിന് യാതൊരു ആൻസറും പറഞ്ഞില്ല. അതാണ് സത്യത്തിൽ പറയേണ്ടിയിരുന്നത്. പക്ഷെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ജ്യോത്സ്യന്റെ ചാർത്തിന്റെ പ്രകാരമാണല്ലോ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. അപ്പൊ അദ്ദേഹം ശരണം വിളിച്ചോ എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഇന്നലെ രാത്രി അവിടെ എത്തിയത് മുതൽ അദ്ദേഹം ശരണം വിളിച്ചുകൊണ്ട് റൂമിൽ ഇരുന്നിട്ടുണ്ടാവും. അതിന്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ടായിരുന്നു. മാത്രമല്ല മനസ്സിൽ ശരണം വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രത്യക്ഷത്തിൽ ശരണം വിളിച്ചൊന്നുമില്ല. പക്ഷേ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചില സമയങ്ങളിൽ അദ്ദേഹം ആത്മീയ ആചാര്യനെ പോലെയുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടന്നു. അതായത് തത്വമസി എന്ന് പറയുന്നത്, ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്നതൊക്കെ നമ്മളുടെ CPMകാരായിട്ടുള്ള ഭക്തരെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചു അതിനെക്കുറിച്ചൊക്കെ. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ഒരു മാപ്പ് പറച്ചിൽ നടത്തി എന്നുള്ളതാണ്. അതായത് വ്യക്തമായിട്ട് ഭക്തരോടുള്ള ഒരു മാപ്പ് പറച്ചിൽ. ആ മാപ്പ് നിങ്ങൾ കൊടുക്കുമോ എന്നുള്ളത് തീരുമാനിക്കണം. അതായത് യഥാർത്ഥത്തിൽ എല്ലാ അയ്യപ്പ ഭക്തരെ മാത്രമല്ല, ഹൈന്ദവ വിശ്വാസികളെ എല്ലാം ബുദ്ധിമുട്ടിച്ച, വിഷമിപ്പിച്ച, അവരുടെ മനസ്സിൽ എന്നും ഒരു ദുഃഖമായിട്ട് കിടക്കുന്ന ഒരു സംഭവത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഭഗവത്ഗീതയിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നത്, 12-ാം അധ്യായത്തിലെ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ യഥാർത്ഥ ഭക്തൻ എന്താണ് എന്ന് പറയുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം അദ്ദേഹം അതിന്റെ തുടക്കം പറയുകയും ചെയ്തു. അതായത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച, അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകത്തിലായിരുന്നു അദ്ദേഹം കൂടുതൽ സംസാരിച്ചത്. അതിനെക്കുറിച്ചായിരുന്നു. അതായത് എല്ലാത്തിനും മിത്രമായിരിക്കുന്നവൻ, എല്ലാവരോടും ദയയുള്ളവൻ, സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവൻ, എന്തും സഹിക്കുന്നവൻ, എല്ലാവരോടും ക്ഷമിക്കുന്നവൻ, അതാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എന്തും സഹിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് നിരീശ്വരവാദികള്, യുക്തിവാദികള് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ വ്യക്തമായിട്ട് യുവതികളെ ശബരിമലയിൽ കയറ്റും. അതും ബിക്കിനി ഇട്ട് നടക്കുന്ന മോഡലുകളായിട്ടുള്ള യുവതികളെ തന്നെ യൂണിഫോം ഇട്ട്, പോലീസ് യൂണിഫോം ഇട്ട് ശബരിമലയിൽ കയറ്റും. അവിടുത്തെ സ്വർണം ഞങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഭക്തരെ തല്ലിച്ചതയ്ക്കും.
വഖഫിന് ശബരിമലയില് പ്രത്യേക അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. പണം അടിച്ചു മാറ്റുക മാത്രമല്ല, അതിനെക്കുറിച്ച് ധാരാളം നുണപ്രചരണങ്ങൾ ഞങ്ങൾ അഴിച്ചുവിടും. അതായത് സർക്കാർ ദേവസ്വം ബോർഡിന് അങ്ങോട്ടാണ് ക്ഷേത്രം നിലനിർത്തുന്നതിന് വേണ്ടി, അന്തിത്തിരി കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം വരെ കൊടുക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് സർക്കാരാണ് എന്ന് നുണപ്രചരണം നടത്തും. ഭക്തരെ അധിക്ഷേപിക്കും, പരിഹസിക്കും. എന്നാലും യഥാർത്ഥ ഭക്തൻ എല്ലാം സഹിച്ചുകൊണ്ട്, ആ തല്ലും ചവിട്ടും തൊഴിയും എല്ലാം സഹിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്ത എന്നോട് യഥാർത്ഥ ഭക്തർ ക്ഷമിക്കും എന്നുള്ള ആ ഒരു ക്ഷമാപണം, മാപ്പ് പറച്ചിൽ തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് പ്രസംഗത്തിൽ നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ചാർത്തുണ്ടല്ലോ, ആ ചാർത്ത് പ്രകാരം ഈ ശാപം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ. പക്ഷേ മുഖം രക്ഷിക്കാൻ ഇത്രയും നാൾ ചുവന്ന കൊടിയും പിടിച്ച് നടന്ന ഒരു സഖാവിന് നേരിട്ട് മാപ്പ് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥ ഭക്തൻ എന്നാൽ എന്താണ്? എല്ലാത്തിനോടും ക്ഷമിക്കുന്നവൻ, എന്ത് നെറികെട്ട പ്രവൃത്തി ചെയ്താലും ക്ഷമിക്കുന്നവൻ, എല്ലാം സഹിച്ചു നിൽക്കുന്നവൻ, അതാണ് യഥാർത്ഥ ഭക്തൻ. ആ ഭക്തൻ എന്നോട് ക്ഷമിക്കും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു മാപ്പപേക്ഷ ഈ പിണറായി വിജയൻ സഖാവിന്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ സഖാവിന്റെ വായിൽ നിന്ന് വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഈ ഒരു സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് പണം അടിച്ചു മാറ്റിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ അവിടുത്തെ നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന്റെ മുമ്പിൽ ബിക്കിനിയിട്ട് നടക്കുന്ന മോഡലുകളെ പോലീസ് യൂണിഫോം ധരിപ്പിച്ച് ആ ഒരു സന്നിധാനത്ത് എത്തിച്ച് ദർശനം നടത്തിച്ചു കഴിഞ്ഞപ്പോ പിണറായി വിജയൻ ചിരിച്ച ഒരു ചിരിയുണ്ട്. ആ ചിരി എന്ന് പറയുന്നത് ഒരു ഭക്തന്റെയും മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഭക്തരായിട്ടുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാപ്പ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയേണ്ടത്. അത് ഏത് രീതിയിലാണ് പിണറായി വിജയന് അതിനുള്ള ശിക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനാധിപത്യ സംവിധാനത്തിൽ അത് തന്നെ സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.